നിങ്ങൾ ഇന്നാണല്ലോ ഇവിടുന്ന് മാറുന്നത്? അതെ. ഇളമക്കര ഒരു ഫ്ലാറ്റ് കിട്ടി. എല്ലാം നല്ല ബെസ്റ്റ് ഫാമിലീസാ. 7500 റെന്റ്. എന്നാലെന്താ, മനസ്സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാമല്ലോ. സൂസമ്മേ, ഞങ്ങൾ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് പറ്റിയ ഫ്ലാറ്റ് ഉണ്ടെന്ന് നോക്കാം. ആകെ നിങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഒരു ആശ്വാസത്തിന്. എന്റെ രഘു, ആശ്വാസം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞാൽ മാത്രം മതിയോ? കിട്ടണ്ടേ? പിന്നെ 60-ലോ 70-ലോ ഉണ്ടാക്കിയ ഫ്ലാറ്റാ ഇത്. അന്നൊക്കെ വലിയ വമ്പന്മാരായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത്. ഇപ്പൊ നമ്മളെ പോലുള്ള അത്താഴ പട്ടിണിക്കാരാ. പക്ഷേ കാര്യമൊക്കെ ശരിയാ, റെന്റ് കുറവാ. എന്നാൽ അതിൻ്റെതായ പ്രശ്നങ്ങളും ഉണ്ട്. കുടിക്കാൻ നല്ല വെള്ളമില്ല, ചുമരൊക്കെയാണ് ഇടിഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. അതെല്ലാം പോട്ടെ, ഇതുപോലെ തൊട്ടാ പൊട്ടുന്ന പ്രായത്തിലുള്ള ഒരു പെങ്കൊച്ചിനെ കൊണ്ട് ഞങ്ങൾ എങ്ങനെ അവിടെ താമസിക്കും? നമ്മൾ രണ്ടൊന്നും കൂട്ടരല്ലാതെ വേറെ ഏത് ഫാമിലീസ് ഇവിടെ താമസിക്കുന്നത്? എല്ലാവരും പോയി. ഇപ്പോൾ ഉള്ളവരെല്ലാം ബാച്ചിലേഴ്സ് ഇവിടെ താമസിക്കുന്നേ. രഘു, നിനക്കും 2 പെൺകുട്ടികളാണ് വളർന്നു വരുന്നത്. അതുങ്ങളെ കൊണ്ട് എങ്ങോട്ടെങ്കിലും പൊയ്ക്കോ. കേട്ടോ സൂസമ്മേ, ഞാൻ വെറുതെ പറഞ്ഞതല്ല. എൻ്റെ മോക്കാണെങ്കിൽ കണ്ണും മൂക്കും ഇല്ല. ഇത്രയും വളർന്നെന്ന് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോഴേ ഞങ്ങളുടെ മുകളിലത്തെ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആ ഹിന്ദിക്കാരൻ പയ്യനില്ലേ, മൊബൈലിൽ ഇവളുടെ ഫോട്ടോ എടുക്കുന്നു. ഇവളാണെങ്കിലോ ചിരിച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്യുന്നു. അന്ന് ഞാൻ തീരുമാനിച്ചതാ ഇവിടുന്ന് മാറണമെന്ന്. ഇല്ലെങ്കിലേ എനിക്കുണ്ടാകുന്ന പേരക്കുട്ടികളോട് ഞാൻ ഹിന്ദി പറഞ്ഞ് ബുദ്ധിമുട്ടും. അപ്പോഴേ ഞങ്ങൾ പോട്ടെ. വാ, കയറേ.